പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം ലാലേട്ടൻ ഓൾറെഡി ഓരോ ഫ്രെയിമും വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന ഫ്രെയിമാണ്. മമ്മൂക്കനെ കടത്തിവെട്ടി തന്നെ പറയാം. നീ കണ്ടത് നിജം, നീ കണ്ടതല്ല. തന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവസാനം വരെ സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് ഒറ്റൊരു കയറ്റമുണ്ട്. പുള്ളിക്കാരി ഇൻസ്പിറേഷൻ ഇരിക്കുന്നത് പഴയ MGR പടങ്ങളൊക്കെ ആയിട്ട് ഇൻസ്പിറേഷനാണ് ചെയ്തിരിക്കുന്നത് ലിജോസ്. ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഫ്രെയിമാണ്. ഓരോ ഫ്രെയിമും വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് BGM, പിന്നെ ഹരീഷ് പേരടി തകർത്തിട്ടുണ്ട്. രണ്ടുപേരും മോഹൻലാൽ ഹരീഷ് പേരടി ഉഗ്രനായിട്ടുണ്ട്. നല്ലൊരു പടം. മറ്റൊരു മാജിക്ക് കേട്ടോ, അടിപൊളി സൂപ്പർ. റെക്കോർഡായിരിക്കും വേറൊരു സ്റ്റൈല്. ഓക്കെ, നല്ല പടമായിരുന്നു. ആക്ച്വലി ലാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം ലാലേട്ടൻ ഓൾറെഡി നമ്മുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു തന്നിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. സ്റ്റോറി ആക്ച്വലി നല്ല സ്റ്റോറിയാണ്. ബട്ട് എന്തൊക്കെ എവിടെയൊക്കെ കണക്ട് ആവാതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു. പക്ഷെ അത്തരത്തിലുള്ള സ്റ്റോറിയാണ്. ബട്ട് ഓവറോൾ അടിപൊളിയാണ്. അത് ശരിയാണ്. തിയേറ്ററിൽ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഓക്കെ, താങ്ക് യു. മ്യൂസിക് ഓഡിയോ കംപ്ലീറ്റ്ലി നമ്മളെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈ പടം കാണുവാണെങ്കിൽ. വേറെന്താ, പിന്നെ ലാലേട്ടൻ ആണെങ്കിൽ പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അറ്റത്തോളം പുള്ളി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ LJP മൂവി. അപ്പോൾ എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന് കാണണം. അല്ലാതെ മറ്റേ ഒരു മാസമുണ്ട് അടിയോ ഉണ്ട്, പക്ഷെ നമ്മളാരും വിചാരിക്കാത്ത രീതിയിലാണ് അത് പോയിരിക്കുന്നത്. തിയേറ്റർ കുലിക്കുന്ന 2-3 സീൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി ക്ലൈമാക്സ്. അത് പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. തിയേറ്ററിൽ കാണണം. ഞാൻ 5 കൊടുക്കും. 5/5. എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവസാനം വരെ സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് ഒറ്റൊരു കയറ്റമുണ്ട്. അതെനിക്ക് ശരിക്കും ക്ലിക്കായി, ശരിക്കും വർക്കായി. അത് പറയുന്ന സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടുവെക്കാന്ന് ഞാൻ പറയും. LJP ഇഷ്ടപ്പെടുന്നവർക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും ഷുവറായിട്ട് പടം ഇഷ്ടപ്പെടും. ആസ് എ ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ എന്നെ ലാലേട്ടൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈലും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എഫേർട്ട് എനിക്ക് ഭയങ്കര കൈയ്യടി കൊടുക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ലാലേട്ടൻ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയാണ് പടം ചെയ്തേക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മേക്കിംഗ് ഫിലിമായിട്ടാണ് മലക്കോട്ട പാലം എനിക്ക് തോന്നുന്നത്. പക്ഷേ ആസ് എ പ്രേക്ഷകൻ ഇതൊന്നുമല്ല അവർ നോക്കണം. അവർക്ക് തിയേറ്ററിൽ അവരെ പിടിച്ചിരുത്താൻ പറ്റും, എൻഗേജ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ പടത്തിൽ കിട്ടിയിട്ടില്ല. ഇതിൽ മേക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, കോസ്റ്റ്യൂംസ്, എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ്. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ റെയർ പടങ്ങളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ BGM അതെന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ സീനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളല്ല പല സീനിലും BGM കയറി വരുന്നത്. ഒരിക്കലും KGF-ഉം ബാഹുബലി എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ വരരുത്. അത് അങ്ങനെ വരരുതെന്ന് പ്രൊഡക്ഷൻ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. വാലിബൻ മോഹൻലാൽ തകർന്നാടുകയാണ്. ഈ കഥാപാത്രത്തെ അദ്ദേഹം മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. നീ കണ്ടത് നിജം, നീ കണ്ടതെല്ലാമേ പോയി, ഇനി കാണാതിരിക്കുന്നതെല്ലാമേ പോയി, ഇനി കാണാതിരിക്കുന്നത് നിജം നിജം നിജം. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു അത്ഭുത കൊടുങ്കാറ്റ് വിസ്മയ സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ. LJP എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സംവിധാന കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലാലേട്ടൻ മമ്മൂക്കനെ കടത്തിവെട്ടി എന്ന് തന്നെ പറയാം. മമ്മൂക്കക്ക് മാത്രമാണ് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് അധികമുള്ളത്. കാരണം ലാലേട്ടൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ അഭിനയത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രം കൊടുത്തിരിക്കുകയാണ്. ചരിത്രത്തെ എങ്ങനെ അഭിനയിക്കണമെന്ന് ലാലേട്ടൻ ഇപ്പോൾ ബോഡി ലാംഗ്വേജ് കൊണ്ടാണെങ്കിലും സ്റ്റാർ ഒരു 5-ൽ 5.4 കൊടുക്കും. ലാലേട്ടൻ 6 തിമിർത്തു തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് വെച്ച് സ്ലോ ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. ഈ സിനിമയുടെ 2ാം ഭാഗം വരാൻ സാധ്യതയുണ്ട്. 2ാം ഭാഗം വീടൊന്നും ആരില്ല നിർത്തിയിരിക്കുന്നത്. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ലിജോയുടെ മേക്കിംഗ് ഉയർന്നാണ്. ഇതൊരു കാണാത്ത ഫിലിമാണ്. മലയാള സിനിമ ഉണ്ടായിട്ടില്ല. ടൈം ആൻഡ് സ്പേസ് അങ്ങനെയൊന്നുമില്ല. വളരെ എസ്തെറ്റിക്കാണ്. കളറിങ് ആയാലും എല്ലാം നന്നായി കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജ് ആണെന്നില്ല. നല്ല എൻ്റർടൈനറായി. പടം കൊമേഴ്സ്യൽ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല, ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് വെച്ചിലായി തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ നന്നായി തോന്നി. ലാലേട്ടൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് യൂസ്വൽ എല്ലാ സിനിമ ചെയ്യുന്ന ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ആക്ഷനുകളുണ്ട്. ആക്ഷനുകൾ പ്രത്യേക രീതിയിലെടുത്ത് കാണാം.